നമ്മളുടെ ഇവക്കൊച്ചിന് വേണ്ടിയിട്ട് ഒരു ബനാന പൗഡർ ഉണ്ടാക്കാം. അതെങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് ഈ വീഡിയോ. ഇതിന് വേണ്ടിയിട്ട് പച്ച നേന്ത്രക്കായയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് ഇനി തൊലിയൊക്കെ കളഞ്ഞ് എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇനി ഇത് കത്തിയോണ്ട് ചെറുങ്ങനെ ഒന്ന് പൊളിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ അടർത്തിയെടുക്കാൻ പറ്റും. ഈ ടൈം കൊണ്ട് ഈ പഴം കറുത്തു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഫുള്ളായിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇനി ഇത് സ്ലൈസ് ചെയ്തെടുക്കണം. കത്തി കൊണ്ടോ സ്ലൈസറോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിത് നേർമയായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് മുന്നേ നന്നായിട്ട് വെള്ളമൊക്കെ ഒപ്പിയെടുത്തതിന് ശേഷം കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് എല്ലാ ബനാനാസും ഞാൻ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നല്ല വെയിലത്ത് കൊണ്ടുവച്ചിട്ട് ഉണക്കിയെടുക്കണം. നല്ല വെയിലായിരുന്നു. നല്ല ഉണങ്ങി കിട്ടിയ ഈ നേന്ത്രക്കായ ഇങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിപ്പോരുന്ന രീതിയിലാവണം. എന്നിട്ട് നമ്മൾ ഇത് മിക്സീൻ്റെ ചാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് അരിച്ച് വേണം നമ്മൾ ആ പൊടി ഫൈനായിട്ടുള്ള പൗഡർ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ആ പൗഡറാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ബനാന പൗഡർ റെഡി